പലയിടത്തുള്ള പല ചാർജ് സ്റ്റേഷനുകളിലും ഒരു CCS2 ഗണ്ണ് പോലും ഇല്ലാത്ത ചാർജ് സ്റ്റേഷനുകളുണ്ട്. അതായത് മൊത്തം GBT ഗണ്ണുകൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് 2 ഗണ്ണ് മാത്രമുള്ള ചാർജ് സ്റ്റേഷൻ. അപ്പോൾ 4-5 മെഷീനുകൾ വെച്ചിട്ട് പോലും അതിനകത്ത് CCS2 ഗണ്ണ് ഇല്ലാത്ത മെഷീനുകൾ വരെ അവർ വെച്ചിട്ടുള്ള ചാർജ് സ്റ്റേഷനുകളുണ്ട്. KSEBിക്കും സർക്കാരിനും ഒരു തുറന്ന കത്ത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുണ്ടറയുള്ള KSEBിയുടെ ചാർജ് സ്റ്റേഷനിലായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ 4 മെഷീൻസ് ഉണ്ടെങ്കിലും അങ്ങേയറ്റത്തിരിക്കുന്ന CCS2 ഗണ്ണുള്ള മെഷീൻ മാത്രമാണ് നമുക്ക് ഉപയോഗമായിട്ടുള്ളത്. ബാക്കിയുള്ള 3 മെഷീൻസും ഉപയോഗശൂന്യമായിട്ടുള്ള മെഷീൻസാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് KSEBിയുടെ ചാർജ് സ്റ്റേഷനിലുള്ള ചാർജേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ 4 മെഷീനും ഉണ്ടെങ്കിലും ഒരു സമയത്ത് ഒരു മെഷീൻ മാത്രം അല്ലെങ്കിൽ ഒരു വണ്ടി മാത്രമാണ് ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അറ്റത്തുള്ള ഒരു മെഷീനിൽ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മറ്റൊരു മാർഗം. കാര്യം ഈ 3 മെഷീനിലും നമുക്ക് ഇന്ന് ഇന്ത്യയിലുള്ള 90% വണ്ടികളും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഇത് GBT എന്ന് പറയുന്ന ടൈപ്പ് മെഷീനുകളാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഗണ്ണ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാനുള്ള വണ്ടികൾ ഇന്ന് നിലവിൽ നമ്മുടെ ഇന്ത്യയിലില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് KSEB ഈ പറയുന്ന ടൈപ്പ് ചാർജറുകൾ അവരുടെ ചാർജ് സ്റ്റേഷനിൽ വെച്ചേക്കുന്നത്? അപ്പോൾ അത് അവർ പറയുന്ന ഒരു കാര്യം കേന്ദ്രത്തിന്റെ എന്തോ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 2ാമത്തെ ഫേസിലോ 3ാമത്തെ ഫേസിലോ വെച്ച KSEBിയുടെ ചാർജ് സ്റ്റേഷനാണ്. ആദ്യത്തെ ഫേസിൽ കൊല്ലത്തൊക്കെ ചാർജ് സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാർജ് സ്റ്റേഷനിൽ ഒരു CCS2 ഗണ്ണും ഒരു GBT ഗണ്ണും ഒരു ചാർജ് ഗണ്ണുമാണ് ഉണ്ടായിരുന്നത്. അതായത് 3 മെഷീൻ ഉള്ളതിൽ ഒരു ഗണ്ണ് നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം കുറെ നാൾ ആ വണ്ടികൾക്ക് ചാർജ് ചെയ്തതിനൊക്കെ ശേഷമാണ് കുണ്ടറയുള്ള ഈ ഒരു ചാർജ് സ്റ്റേഷൻ വന്നേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കും CCS2 ഗണ്ണുകൾ ഉള്ള വണ്ടികളാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് ആണ് കൂടുതലുള്ളതെന്ന് അവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ടും 2ാമത്തെ ഫേസിലോ 3ാമത്തെ ഫേസിലോ വെച്ചിട്ടുള്ള ഈ ഒരു കുണ്ടറയുള്ള ചാർജ് സ്റ്റേഷനിൽ അവര് 3 GBT ഗണ്ണ് മെഷീൻസും ഒരു CCS2 ഗണ്ണ് മെഷീനുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി മാത്രമാണ് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ബാക്കിയുള്ള 3 മെഷീൻസും നോക്കുകുത്തികളെ പോലെ ഇവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഉപയോഗം ഒന്നുമില്ല. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെഷീൻസ് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കും ഉപയോഗമില്ലാത്ത ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ചാർജിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് കുണ്ടറയുള്ള ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ 4 മെഷീനിൽ 1 ഉപയോഗവും 3 ഉപയോഗശൂന്യമായിട്ടുള്ള മെഷീൻസ് ആണ്. ഇനി വേറെ ചില സ്ഥലങ്ങളിലുള്ള ചാർജ് സ്റ്റേഷൻ അതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഈ പലയിടത്തുള്ള പല ചാർജ് സ്റ്റേഷനുകളിലും ഒരു CCS2 ഗണ്ണ് പോലും ഇല്ലാത്ത ചാർജ് സ്റ്റേഷനുകളുണ്ട്. അതായത് മൊത്തം GBT ഗണ്ണുകൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് 2 ഗണ്ണ് മാത്രമുള്ള ചാർജ് സ്റ്റേഷൻ. അപ്പോൾ 4-5 മെഷീനുകൾ വെച്ചിട്ട് പോലും അതിനകത്ത് CCS2 ഗണ്ണ് ഇല്ലാത്ത മെഷീനുകൾ വരെ അവർ വെച്ചിട്ടുള്ള ചാർജ് സ്റ്റേഷനുകളുണ്ട്. എന്തിനാണ് KSEB ബാക്കിയുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഓണേഴ്സിനോട് ഈ ഒരു ചതി ചെയ്യുന്നത്? അപ്പൊ അവർക്ക് കമ്മീഷൻ വാങ്ങിക്കാനാണോ അതോ എന്താണ് കാരണം എന്നുള്ള കാര്യം KSEBിയുടെ ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്ന് KSEB ഈ ഒരു ചാർജ് സ്റ്റേഷൻസ് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഓണേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. കാര്യം ഈ പറയുന്ന ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളെ നോക്കാം, നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടി ചാർജ് ചെയ്ത് പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഈ മെഷീൻസ് ഈ പറയുന്ന CCS2 ഗണ്ണ് ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. നമുക്ക് ഈ പറയുന്ന ഒരേ സമയം 4 വണ്ടികൾ ഇവിടെ ചാർജ് ചെയ്യായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ നിങ്ങളെല്ലാം EV ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ പറയുന്ന GBT ഗണ്ണ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാര്യം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും ഈ GBT മെഷീൻ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നത് എനിക്കൊന്ന് പണ്ടുള്ള Everito എന്ന് പറയുന്ന മോഡലോ അങ്ങനെയുള്ള ഏതോ മോഡൽസ് മാത്രമാണ് ഈ പറയുന്ന GBT ഗണ്ണുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോട്ടെ, ഒരു മെഷീൻ ഈ പറയുന്ന GBT ഗണ്ണിന്റെ വെച്ചിട്ട് ബാക്കി 3 മെഷീൻ CCS2 ഗണ്ണ് വെച്ചാലും നമുക്ക് പിന്നെയും പറയാമായിരുന്നു. ഓക്കെ, പിന്നീട് പറയാനുള്ളത് KSEBിയിലെ മെഷീൻസിന്റെ മെയിൻ്റെനൻസ് ആണ്. ഇപ്പൊ ഒരു KSEBിയിലെ മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ പിന്നെ മെയിൻ്റെനൻസ്, ഇത് ആക്ച്വലി ചാർജ് മോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് മാത്രമാണ് KSEBിയുടെ ചാർജ് സ്റ്റേഷനിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം.
ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു ഗണ്ണ് കംപ്ലൈന്റ് ആവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന KSEBിയുടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടത്തില്ല. കാര്യം അവർക്ക് ഇതിൽ നിന്ന് അധിക ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അതേസമയം ഒരു പ്രൈവറ്റ് ചാർജ് സ്റ്റേഷനിലാണ് ഇങ്ങനെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം ചാർജിങ് വർക്ക് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അവർ അപ്പോഴും തന്നെ അത് റെഡിയാക്കും. കാര്യം അവർക്ക് ഒരു വരുമാനം കിട്ടുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിലാക്കുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ്. ഞാനിത് പറയുന്നത് ഇടയ്ക്ക് ഞാനൊരു തവണ തിരുവല്ല പോയ സമയത്ത് അവിടുത്തെ ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് ആൾക്കാർ പറഞ്ഞു കുറെ നാളായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ കാര്യം ഇതൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഈ ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ പരിഹരിക്കാൻ അവിടെയുള്ള KSEBിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും. അവരത് ചെയ്യുന്നില്ല. ഒരിക്കലും ചാർജ് മോഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വന്നിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഇത് അവരുടെ ഓണർഷിപ്പിൽ വരുന്നൊരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഒരു ഫ്രണ്ട് കൊട്ടാരക്കരയുള്ള KSEBിയുടെ ചാർജ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇതുപോലെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ കമ്പനി ചാർജ് മോഡ് കസ്റ്റമർ കെയർ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസറോട് പോയിട്ട് അതായത് KSEBിൽ തൊട്ടടുത്ത് തന്നെ KSEBിയുടെ ഓഫീസുണ്ട്. ആ ഒരു ഓഫീസിൽ പോയിട്ട് ഈ പറയുന്ന ആ ഒരു മെഷീൻ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറയുക. അപ്പൊ ആ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് ചാർജ് ഉള്ളതുകൊണ്ട് പുള്ളി അവിടുന്ന് ചാർജ് ചെയ്തില്ല, ആരോടും റിക്വസ്റ്റ് ചെയ്യാനും പോയില്ല, പുള്ളി വീട്ടിൽ പോയി. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഒരാൾക്ക് വന്ന് ജസ്റ്റ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ആക്കാൻ പറ്റുന്ന ഒരു മെഷീൻ അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അപ്പോൾ ഇതാണ്, അതായത് ഈ പറയുന്ന ആവശ്യമില്ലാത്ത കുറെ ചാർജറുകൾ വാങ്ങിച്ചു വെച്ചു. അത് നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്നില്ല. അത് ഉപയോഗപ്പെട്ടത് ഈ പറഞ്ഞ ചിലപ്പോൾ വാങ്ങിച്ചു വെച്ച ആൾക്കാർക്കായിരിക്കും അത് ഉപയോഗപ്പെട്ടത്. കാര്യം ഇന്ന് ഇന്ത്യയിൽ ഈ മെഷീൻസ് വിൽക്കാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറയുന്നത് KSEB മാത്രമാണ്. കാര്യം വേറെ ആരും ഈ മെഷീൻസ് വാങ്ങിക്കത്തില്ല. കാര്യം GBT മെഷീൻസ് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിട്ടേൺ കിട്ടത്തില്ല എന്ന് 100% അറിയാം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ ലുലു മാളിലായാലും അല്ലെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് ചാർജേഴ്സ് നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു GBT ഗണ്ണ് പോലും ഇല്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ GBT ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടത്തില്ല. അപ്പൊ അത് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മെഷീൻ ആരും വെക്കാത്തത്. അപ്പൊ പ്രൈവറ്റ് പാർട്ടീസ് വെക്കാത്ത ഒരു മെഷീൻ നമ്മളുടെ KSEBിയുടെ ചാർജ് സ്റ്റേഷൻ 3 വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് അവര് പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന അന്ന് കേന്ദ്രത്തിന്റെ എന്തോ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് GBT വെച്ചെന്നാണ്. പക്ഷെ GBT അങ്ങനെ വെച്ചാൽ പോലും ഈ പറയുന്ന ഒരെണ്ണം വെക്കുക അല്ലെങ്കിൽ 2 വെക്കുക, ഈ 3 ആർക്കും ഉപയോഗം ഇല്ലാത്തതും 1 ആൾക്കാർക്ക് ഉപയോഗമുള്ളതുമായിട്ടുള്ള ചാർജർ വെച്ചിട്ട് എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? ഓക്കെ, ഇനി പറ്റുമെങ്കിൽ ആർക്കും ഉപയോഗം ഇല്ലാത്ത ഈ GBT മെഷീൻസ് ഒക്കെ മാറ്റിയിട്ട്, എല്ലാം മാറ്റണമെന്നൊന്നും പറയുന്നില്ല, 1 അവിടെ വെച്ചോ. ആർക്കെങ്കിലും ഉപയോഗമുള്ള, അതായത് പഴയ വണ്ടിയുണ്ട്, അതായത് നമ്മുടെ മഹീന്ദ്രയുടെ ഏത് മോഡൽസിലൊക്കെ ഉണ്ട്. പക്ഷെ ആ വണ്ടിയൊക്കെ ഇപ്പം ആക്ച്വലി അതിന്റെ വാറന്റി പീരീഡ് കഴിഞ്ഞ് ഉപയോഗശൂന്യം ആവാറായി. എന്നാലും പോട്ടെ. അപ്പോ 2 ഗണ്ണുകൾ മാറ്റിയിട്ട്, 2 മെഷീൻസ് മാറ്റിയിട്ട് ഈ പറയുന്ന CCS2 ഗണ്ണ് ഉള്ള മെഷീൻസ് വെക്കുക എന്ന് പറയുന്നത് നിങ്ങളോട് നമ്മൾ EV ഓണേഴ്സ് എല്ലാരും പറയുന്ന റിക്വസ്റ്റ് ആണ്. പറ്റുമെങ്കിൽ അത് ചെയ്യുക. കാര്യം നിങ്ങൾ പണ്ട് 2019-20 കാലയളവിൽ ചാർജ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലല്ല. ഇന്ന് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന 4 മെഷീൻസ് ഉള്ള ചാർജ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൽ 3 CCS2 ഗണ്ണുകളാണെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള ചാർജിങ് സ്റ്റേഷന്റെ അപര്യാപ്തതകൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരിക്കലും ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വന്നിട്ട് ഇത്രയും ചാർജ് സ്റ്റേഷൻ തുടങ്ങാനായിട്ട് സാധിക്കത്തില്ല. അപ്പം KSEB തുടങ്ങിയത് നല്ല കാര്യം തന്നെയാണ്. ആ KSEBിയുടെ പല ചാർജ് സ്റ്റേഷനും കണ്ടാണ് ആദ്യകാലങ്ങളിൽ ആൾക്കാർ ഇലക്ട്രിക് വെഹിക്കിൾസ് എടുത്തത്. അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഉപയോഗമാവുന്ന രീതിയിൽ ഈ ചാർജിങ് സ്റ്റേഷനുകളിലെ ആവശ്യമില്ലാത്ത മെഷീൻസ് റീപ്ലേസ് ചെയ്യുകയും, ഇനി ഈ പറയുന്ന ചാർജിങ് ഇത്രയും ഉപയോഗശൂന്യമായ ചാർജിങ് മെഷീൻസ് വെക്കാൻ എന്താണ് കാരണമെന്ന് സർക്കാർ ഒന്ന് അന്വേഷിച്ചിട്ട് അതിന് കാരണക്കാരായ ആൾക്കാർക്ക് തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാ EV ഓണേഴ്സിനും വേണ്ടി ഞാനൊരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് KSEBയും സർക്കാരും ഈ ഒരു കാര്യത്തിൽ ഒരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ EV ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.